അപ്പോൾ പ്രോബ്ലം നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കൺസിഡർ ദ എക്സ്പെരിമെന്റ് ഓഫ് ടോസിങ് എ കോയിൻ. ഇഫ് ഇറ്റ് ഷോസ് ഹെഡ്, toss again. If it shows a tail, a die is thrown. What is the conditional probability that the die shows a number greater than 4? There is at least one tail. അപ്പോൾ എക്സ്പെരിമെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യും. കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടൈല് കിട്ടും. അങ്ങനെ ഹെഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അഗെയിൻ ഒന്നും കൂടി കോയിൻ ടോസ് ചെയ്യും. ഇഫ് ടൈലാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡൈ ഡ്രോ ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ 4 നമ്പർ വരാനുള്ള കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നത്. അതിൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ടൈൽ എന്നാണ് കണ്ടീഷൻ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ കോയിൻ ടോസ് ചെയ്യാണ്. കോയിൻ ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് എന്താ കിട്ടുക? ടോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അല്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടൈല്. ഇവിടെ അവർ പറഞ്ഞിട്ടുള്ളത് ഇഫ് ഹെഡ് ഈസ് ഗിവൻ, ഹെഡ് ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അഗെയിൻ ടോസ് ചെയ്യും. അപ്പോഴും നമുക്ക് എന്തുണ്ടാവും? ഒരു ഹെഡ് ഉണ്ടാവും, ഒരു ടൈലും ഉണ്ടാവും. ഓക്കെ. ഇനി ഈ ഫസ്റ്റത്തെ എക്സ്പെരിമെന്റിൽ ടൈലാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡൈ ത്രോ ചെയ്യാന്നാ പറയുന്നത്. ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവുന്നത് എസ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 8 റിസൾട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് നമ്മളെ ക്വസ്റ്റ്യന്. ഓക്കെ. അപ്പൊ നമുക്ക് ടോട്ടൽ എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് കാണണം. ടോട്ടൽ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം കോയിൻ ടോസ് എല്ലാത്തിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ. അപ്പോൾ എക്സ്പെരിമെന്റൽ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് S=H. ആദ്യത്തത് ഹെഡ്, പിന്നെ കിട്ടുന്ന നെക്സ്റ്റ് ഇതിലും ഹെഡ് കിട്ടും. അപ്പൊ H അല്ലെങ്കിൽ ഹെഡും ടൈലും കിട്ടും. ഈ ഹെഡും ടൈലും ആണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത്? പിന്നെ ഡൈ ത്രോ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ടൈലും 1ഉം കിട്ടാൻ സാധ്യതയുണ്ട്, ടൈലും 2ഉം കിട്ടാൻ സാധ്യത. ടൈൽ 3, ടൈൽ 4, ടൈൽ 5, ടൈൽ 6. മനസ്സിലായില്ലേ? ഇതായിരിക്കും നമ്മളെ എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 കിട്ടാനുള്ള എന്താണ് പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് നമ്പർ ഗ്രേറ്റർ ദാൻ 4 കിട്ടാനുള്ള അത് ഏതൊക്കെ എലമെന്റ് ആണ് സാമ്പിൾ സ്പേസ് ഉണ്ടാവുക? ഗ്രേറ്റർ ദാൻ 4 എന്ന് പറയുമ്പോൾ 4 അതിൽ ഇൻക്ലൂഡഡ് അല്ല, അതായത് 6 അവൈലബിൾ. അപ്പോൾ T5 ആൻഡ് T6 നമുക്ക് കണ്ടീഷൻ തന്നിട്ടുള്ളത് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ ടൈൽ എന്നാണ്. അതായത് അപ്പൊ ബി എന്താണ്? അറ്റ്ലീസ്റ്റ് വൺ ടൈല് വരുന്ന എലമെന്റ്സ് ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അറ്റ്ലീസ്റ്റ് വൺ ടൈൽ എന്ന് പറയുമ്പോൾ HT, T1, T2, T3, T4, T5, T6. ഓക്കെ. ഇത് നമുക്ക് കാണാനുള്ളത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി കാണണം. അപ്പോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്താണ്? എയിൽ T5ഉം T6ഉം ഉള്ളത്, ബിയിൽ എന്താ കോമൺ ആയിട്ടുള്ളത്? T5ഉം T6ഉം തന്നെയാണുള്ളത്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് T6 ആണ്. നമുക്കറിയാം
കണ്ടീഷണൽ പ്രോബബിലിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണല്ലോ. അപ്പൊ നമ്മൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം, പി ഓഫ് ബിയും കാണണം. ഓക്കെ, അപ്പൊ നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്താണ്? പി ഓഫ് എയിൽ ഏതൊക്കെ എലമെന്റ് ഉള്ളത്? T5, T6. ഓക്കെ, അപ്പൊ ഈക്വൽ ടു അങ്ങനെ നമുക്ക് T5 T6 എന്നാണ്. ടീന്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്താൽ രണ്ട് റിസൾട്ടാണ് കിട്ടുന്നത്, ഹെഡ് ഓർ ടൈല്. അപ്പോ രണ്ടിൽ ഒന്ന്, അപ്പോ 1/2 ആണ്. ആകെ രണ്ടെണ്ണല്ലേ ഉള്ളൂ. അപ്പോ ടൈല് ഹെഡ് ഓർ ടൈലാണ് നമുക്ക് ആകെ വരുന്നത്. അപ്പൊ ടോട്ടൽ ഇതിൽ എത്രയേ ഉള്ളൂ? രണ്ടെണ്ണല്ലേ, രണ്ട് റിസൾട്ട് അല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഓരോന്നിനും എന്തായിരിക്കും പ്രോബിലിറ്റി? എച്ച് കിട്ടാനുള്ള പ്രോബിലിറ്റി 1/2. അതായത് 1 എച്ച് ഒന്നേ ഉള്ളൂ, അത് ബൈ ടോട്ടൽ രണ്ടാണ്, അത് 1/2. അങ്ങനെയാണെങ്കിൽ ടൈലും സെയിം ആയിരിക്കും, 1/2 ആണ് അല്ലെ? ഇനി അതുപോലെ എന്താ, നമ്മള് ഒരു കോയിൻ ടോസ് ചെയ്യാന്ന് വെച്ചാല്, കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് റിസൾട്ട് 1 to 6 ആണ് ഉണ്ടാവുക. പക്ഷെ 1 to 6 എന്ന് പറയുമ്പോൾ അവിടെ 6 എലമെന്റ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അപ്പൊ ഓരോ നമ്പേഴ്സും കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 1/6 ആയിരിക്കും. അപ്പൊ 1 കിട്ടാനുള്ളത് 1/6, 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6. എല്ലാ എലമെന്റ്സ് കിട്ടാനുള്ളത് എന്തായിരിക്കും? അത് എത്രണ്ണ ഉള്ളതോ അത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് റിസൾട്ട് ആണ്. അപ്പൊ ഓരോ നമ്പർ കിട്ടാനുള്ളത് 1/6, 1 കിട്ടാനുള്ളത് 1/6 ആണ്, 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6 ആണ്. എല്ലാത്തിനും 6 കിട്ടാനുള്ളത് എന്തായിരിക്കും? 1/6 ആണ് പ്രോബിലിറ്റി വരിക. മനസ്സിലായോ? അങ്ങനെ ആവുമ്പോ നമുക്ക് എന്താ T5ഉം T6ഉം കാണാനുള്ളത് എങ്ങനെ നമ്മൾ കാണാം? T5 T6 പറഞ്ഞാൽ ഹെഡും കോയിൻ എന്താ ഡൈ ടോസ് ചെയ്യുമ്പോൾ ഉള്ളതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ അല്ലേ വരിക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ ചോദിച്ചാൽ അതിന്റെ രണ്ടിന്റെയും പ്രോബബിലിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാ. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് T5 T6 എന്ന് പറയുമ്പോൾ ടീൻ്റെത് T5 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു 5 കിട്ടാനുള്ളത് 1/6 പ്ലസ് ഇവിടുത്തെ ടീന്റെ 1/2 ഇൻറ്റു അതില് 6ന്റെ 1/6. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 1/2 ഇൻറ്റു 1/6 ഈക്വൽ ടു 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 12 പ്ലസ് ഇവിടെയും 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 6 12. അപ്പൊ ഇവിടെ എത്രയുള്ളത്? 2 1/12 ആണ്. 2 നമ്പർ ഓഫ് 1/12. ഇപ്പൊ 2 ഇൻറ്റു 1/12. അപ്പൊ 1/12 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 ഇൻറ്റു 1/12 നമ്മൾ 2 ഇൻറ്റു 6 എന്ന് എഴുതി അല്ലേ? അപ്പൊ ഈ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1/6. 2 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1/6. 1 ഇൻറ്റു 1/6 എന്താ? 1/6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/6 ആണ് കിട്ടി അല്ലേ? ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് ബി, നമ്മൾ ഇക്വേഷനിൽ എന്താ ഉള്ളത്? പി ഓഫ് ബിയും കൂടി കാണണല്ലോ. അപ്പൊ അതേപോലെ നമ്മൾ ഇനി പി ഓഫ് ബിയും കൂടി ഫൈൻഡ് ചെയ്യണം. നമുക്ക് ബിയിൽ ഏതൊക്കെ എലമെന്റ്സ്? ബിയിൽ ടോട്ടൽ നമുക്ക് എത്ര എലമെന്റ്സ് ഉണ്ട്? 7 എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ നമ്മളെ റിസൾട്ട് നമുക്ക് ഒരു സൈഡിൽ എഴുതി വെക്കാം കേട്ടോ.
അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/6 ആണ് കിട്ടി. ഇനി പി ഓഫ് ബി ആണ് നമ്മൾ കാണാനുള്ളത്. പി ഓഫ് ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് ബിയിൽ ആരൊക്കെയാ ഉള്ളത്? ബിയില് എച്ച് ടി കോമ ടി വൺ കോമ ടി ടു കോമ ടി ത്രീ കോമ ടി ഫോർ കോമ ടി ഫൈവ് കോമ ടി സിക്സ് അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ഇന്റർസെക്ഷൻ ബിന്റെ പ്രോബബിലിറ്റി കണ്ട പോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്നത് ഇവിടെ ടീൻ്റെ എന്താ പ്ലസ് ടീൻ്റെ 1/2 പ്ലസ് 1 1/6. നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ബ്രാക്കറ്റ് ഇല്ലാതെ നമ്മൾ എഴുതുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതിനാണ് നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യണത്. ഇവിടെ ടീൻ്റെ 1/2 2ൻ്റെ 1/6 പ്ലസ് ടീൻ്റെ 1/2 ഇൻറ്റു 3ൻ്റെ 1/6 പ്ലസ് ടീൻ്റെ 1/2 4ൻ്റെ 1/6 പ്ലസ് ഇവിടെ ടീൻ്റെ 1/2 ഇൻറ്റു 5ൻ്റെ 1/6 പ്ലസ് ലാസ്റ്റ് ടീൻ്റെ 1/2 ഇൻറ്റു 6ൻ്റെ 1/6. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 1/2 ഇൻറ്റു 1/2 എന്താണ് 1 ഇൻറ്റു 1 ഫസ്റ്റ് ടേമിൽ 1/2 ഇൻറ്റു 1ൽ എന്ത് കിട്ടും? 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 2 4 പ്ലസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 1/2 സോറി ഞാൻ ഇവിടെ പ്ലസ് ആണ് യൂസ് ചെയ്ത്. ഇതൊന്ന് പ്ലസ് അല്ലേ, 1/2 ഇൻറ്റു ആണ്. 1/2 ഇൻറ്റു 1/6 1/2 ഇൻറ്റു 1/6 ഇവിടൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ 1/2 ഇൻറ്റു 1/6 എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടപ്പോൾ നമ്മൾ കണ്ടു 1/12 ആണ് അല്ലേ? 1/12 1/2 ഇൻറ്റു 1/6 എന്ന് പറഞ്ഞാൽ എത്ര ടേം ഇവിടെ ഉണ്ട്? 1 2 4 5 6. അപ്പൊ നമുക്ക് 1/12 ഇവിടെ എത്ര ഉണ്ട്? 6 1/12 ഉണ്ട്. ഇൻറ്റു 6 ചെയ്യാം. ഓക്കെ, അപ്പൊ 6 ഇൻറ്റു 1/12. അപ്പൊ ഈ 12 നമ്മൾ 2 ഇൻറ്റു എന്ത് എഴുതും? 6 എന്ന് എഴുതും. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 1/4 പ്ലസ് ഈ 6ഉം ഈ 6/6 ഇൻറ്റു 1/2. 6/6 എന്താണ്? 6/6 1 ആണ്. അപ്പൊ 1 പ്ലസ് 1 ഇൻറ്റു 1/2 അല്ലേ? നമുക്ക് എന്താ കിട്ടി? 1/4 പ്ലസ് 1 ഇൻറ്റു 1/2 അല്ലെ? 1 ഇൻറ്റു 1/2 എന്താ? 1/2 തന്നെയാണല്ലോ. 1/2 ഇപ്പൊ 1/4 പ്ലസ് 1/2 1/4 പ്ലസ് 1/2 നമ്മൾ എന്താ ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2. അങ്ങനെ 1 ഇൻറ്റു 2 എന്താണ്? 1 ഇൻറ്റു 2 2 പ്ലസ് 4 ഇൻറ്റു 1 4 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 2 8. 2 പ്ലസ് 4 6 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ 6 നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 8നെ 2 ഇൻറ്റു 4 എന്ന് എഴുതാം. അതിൽ നമ്മൾക്ക് എന്ത് കിട്ടും? 2/2 1 ആണ്. 2/2 ഇൻറ്റു 3/4 ഈക്വൽ ടു 1 ഇൻറ്റു 3/4 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 ഇൻറ്റു 3/4 എന്താ? 3/4. അപ്പൊ ലാസ്റ്റ് റിസൾട്ട് ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ?
ലാസ്റ്റ് പി ഓഫ് ബി എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3/4 കിട്ടി അല്ലേ? അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1/6 എന്ന് കിട്ടി. ഇപ്പൊ പി ഓഫ് ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? 3/4 കിട്ടി. ഇനി നമുക്കറിയാം കണ്ടീഷണൽ പ്രോബബിലിറ്റി ഗിവൻ ബി എന്ന് പറയുന്നത് എന്തെയ്യുന്നു? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ ഓക്കെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 1/6 എന്ന് കിട്ടി. പി ഓഫ് ബി എന്ന് പറയുന്നത് 3/4 എന്ന് പറയും. നമ്മളെങ്ങനെ ഭിന്നസംഖ്യ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിനോമിനേറ്ററിനെ തിരിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല് ഇപ്പൊ 1/6 ഡിവൈഡഡ് ബൈ 3/4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/6 ഇൻറ്റു 3/4 തിരിച്ചിടുക. അപ്പൊ 4/3. ഓക്കെ, അപ്പൊ നമുക്ക് 4 എന്ത് ചെയ്തു? 1 ഇൻറ്റു 4 നമ്മൾ എന്ത് ചെയ്തു? 2 ഇൻറ്റു 2 എന്ന് എഴുതും. 6 നമ്മൾ എന്ത് എഴുതും? 2 ഇൻറ്റു 3 എന്ന് എഴുതിയ 2 ഇൻറ്റു 3. ഇവിടെ ഒരു 3 കൂടി ഉണ്ട്. ഇവിടെ ഈ രണ്ട് 2 കൂടി എന്തായി പോവും? 1 ആയി പോവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2 divided by 3 into 3 എന്ന് കിട്ടും. 2/3 into 3 എത്രയാ? 9. അപ്പൊ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൻസർ എന്താ ഇപ്പൊ കിട്ടിയേ? ആൻസർ നമുക്ക് കിട്ടിയത് എന്താണ്? 2/9. പ്രോബ്ലം മനസ്സിലായില്ലേ? ഈ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇപ്പൊ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം ഒരു ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്. എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലം ആണ്. നല്ലൊരു മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. സിമ്പിൾ ആണ്, പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് പ്രോബബിലിറ്റിയിലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ആണ് പറയുന്നത്. പ്രോബബിലിറ്റിയിലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ, അല്ലെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ പി ഓഫ് എ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി ഗിവൺ എ ആണ്. അതായത് ഗിവൺ കണ്ടീഷൻ എന്ന് പറയുന്നത് എ ആയിരിക്കും. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മൾ കാണുന്നത് പി ഓഫ് ബി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഗിവൺ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ, അല്ലെങ്കിൽ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ പ്രോബ്ലം പറയുന്നത് എന്താണ്? എ ബോക്സ് കണ്ടെയ്ൻസ് 5 red and 4 black balls. 2 balls are taken one by one without replacement. Find the probability of both are red balls. And then first is red and second is black. Then the ball are of different colors. ഇപ്പൊ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഒരു ബോക്സിൽ 5 റെഡ് ബോൾസും 4 ബ്ലാക്ക് ബോൾസും ഉള്ളത്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് 2 ബോൾസ് റാൻഡംലി പിക്ക് ചെയ്യാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. തിരിച്ചതിലേക്ക് വെക്കാതെ തന്നെ നമ്മൾ എടുത്തത് അങ്ങനെ എടുക്കുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത 2 ബോളും റെഡ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ then next ഫസ്റ്റ് ബോൾ റെഡും സെക്കൻഡ് ബോൾ ബ്ലാക്കും ആവാനുള്ള പ്രോബബിലിറ്റി, then 2 ബോൾസും ഡിഫറെന്റ് കളർ ആവാനുള്ള പ്രോബബിലിറ്റി. അതാണ് ക്വസ്റ്റ്യന്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബോത്ത് ആർ റെഡ് ബോൾസ്. ഓക്കെ, അപ്പോൾ ബോത്ത് ആർ റെഡ് ബോൾസ് പറയുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനായിട്ട് എടുക്കുക. അപ്പോൾ ബോത്ത് ആർ റെഡ് ബോൾസ് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൾ ഈസ് റെഡ് എന്ന് എടുക്കുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഫസ്റ്റ് ബോൾ ഈസ് റെഡ്. ദെൻ ബി എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ ഈസ് റെഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ ഇക്വേഷൻ എന്താ, മൾട്ടിപ്ലിക്കേഷൻ കേരളത്തിൽ എന്താ പറയുന്നത്, പി ഓഫ് എ ഇന്റർസെക്ഷൻ. നമുക്ക് രണ്ട് ബോളും റെഡ് ആണെന്നുണ്ടെങ്കിൽ അത് എയും ബിയും കൂടി അറ്റ് എ ടൈം നടക്കണമല്ലോ. അപ്പൊ നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ, അല്ലെങ്കിൽ ഓർ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താ, ടോട്ടലി ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി, ഫസ്റ്റ് ബോൾ റെഡ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാ, 5 റെഡും പ്ലസ് 4 ബ്ലാക്കും ആണ് അല്ലേ. അപ്പൊ ടോട്ടൽ 9 ബോൾസ് ഉണ്ട് അവിടെ. ഈ 9 ബോൾസിൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആകെ റെഡ് ബോൾസ് എത്രയുള്ളത്, 5 ആണുള്ളത്. ടോട്ടൽ ബോൾസ് എത്രയുള്ളത്, 5/9. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി ആണ് 5/9. അതേപോലെ ഇനി ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും, അപ്പോൾ ടോട്ടൽ 4 ബോൾസ് അല്ലേ ഉള്ളത്, 4 ബ്ലാക്ക് ബോൾസ് ആണല്ലോ. അപ്പോൾ 4/9 ആയിരിക്കും നമ്മൾ എടുക്കുന്ന ബോള് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി. ഇവിടെ ഇപ്പൊ നമ്മൾ നമ്മൾ എന്താ പറഞ്ഞേ, ഫസ്റ്റ് ബോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി, ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി പറയുമ്പോൾ പി ഓഫ് എ ആണ് അല്ലേ. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 5/9 ആണ്. ഇനി നമുക്ക് പി ഓഫ് ബി ഗിവൺ എ എന്ന് കാണണം. പി ഓഫ് ബി ഗിവൺ എ, പി ഓഫ് ബി ഗിവൺ എ എന്ന് പറഞ്ഞാൽ എന്താ, എ ഓൾറെഡി ഒക്കർ ചെയ്താൽ ദെൻ ബി ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണെന്നാണ് പി ഓഫ് ബി ഗിവൺ എ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എ ഓൾറെഡി ഒക്കർ ചെയ്തു, അതായത് ഫസ്റ്റത്തെ ബോൾ നമുക്ക് എന്താണ് റെഡ് ബോൾ കിട്ടി അല്ലേ. അപ്പൊ ഇനി ബാക്കി ബോക്സിൽ എത്രയേ ഉണ്ടാവുള്ളൂ, ഫസ്റ്റത്തെ ബോൾ റെഡ് നമ്മൾ എടുത്തു, ദെൻ ബാക്കി 9 - 1 8 ബോൾസ് ബാക്കി ഇതിലുള്ളൂ, ബോക്സിലേ ഉള്ളൂ. അപ്പൊ അതിലെന്ന് പറയുന്നത് 4 റെഡ് ബോൾസും 4 ബ്ലാക്ക് ബോൾസും ആയിരിക്കും അല്ലേ. അപ്പൊ അതില് എന്താ, ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ബോളും റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും, 4/, ബാക്കി ടോട്ടൽ എത്രയുള്ളത് 8 ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4/8 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ബോൾസും റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്ത്, നമ്മളെ മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ചിട്ട് നമുക്ക് കാണാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താ പറയണത്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. നമുക്ക് പി ഓഫ് എ എന്താ കിട്ടി, 5/9 ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്താ കിട്ടി, 4/8 അല്ലേ. അപ്പോൾ 4 നമുക്ക് എന്ത് ചെയ്ത് പറ്റും, 5/9 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 8ന് 2 × 4 എന്ന് എഴുതാലോ. അപ്പോൾ നമുക്ക് 4/4 എന്താവും, 1 ആവും. ബാക്കി ആരൊക്കെയാ ഉള്ളത്, 5/9 ഇൻറ്റു 2 ദാറ്റ് ഈസ് 5/18. അപ്പം നമുക്ക് ആൻസർ കിട്ടി. രണ്ട് ബോളും എന്താവാനുള്ള, റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്
5/18. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഈസ് റെഡ് ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് റെഡും ആൻഡ് സെക്കൻഡ് ഈസ് ബ്ലാക്ക് ആവാൻ. അപ്പൊ അതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ എ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ബോൾ റെഡ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ ബ്ലാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി ഓഫ് എ എന്തായിരിക്കും? ആകെ ടോട്ടൽ 5 റെഡ് ബോളാണ് ഉള്ളത്. ടോട്ടൽ ബോക്സിൽ എത്രയുണ്ട്? 5 റെഡും 4 ബ്ലാക്കും കൂടിയിട്ട് 9 ബോൾസിലുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിക്ക് ചെയ്യുന്ന ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? ടോട്ടൽ 5 റെഡും 4 ബ്ലാക്കും ആണ്. അത് രണ്ടും കൂടിയിട്ട് 9 ബോൾസ് ആണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? 5/9. ദെൻ പി ഓഫ് ബി എന്താ? പി ഓഫ് ബി അല്ല, അപ്പൊ ഫസ്റ്റ് ബോൾ റെഡ് ആണെന്ന് നമുക്ക് കിട്ടി. ദെൻ പി ഓഫ് എ ഗിവൺ അല്ല, പി ഓഫ് ബി ഗിവൺ എ, അതായത് എ ഓൾറെഡി ഒക്കർ ചെയ്തു. ദെൻ നെക്സ്റ്റ് ബി ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി. അപ്പോൾ എ ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ബോക്സിൽ 8 ബോൾസേ ഉള്ളൂ. 8 ബോൾസിൽ എന്താണ്? 4 റെഡും 4 ബ്ലാക്കും ആണ്. അപ്പൊ ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ബി എന്താണ്? സെക്കൻഡ് ബോൾ ഈസ് ബ്ലാക്ക് ആവാനാണ്. അപ്പൊ എത്ര ബ്ലാക്ക് ആണുള്ളത്? 4 ബ്ലാക്കും ടോട്ടൽ 8 ബോൾസും ആണുള്ളത്. അപ്പൊ എന്താണ്? 4/8 ആണ് അതിനുള്ള പ്രോബബിലിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. അപ്പൊ നമുക്ക് എ എന്താ കിട്ടി? പി ഓഫ് എ എന്ന് പറയുന്നത് 5/9 ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എത്രയാണ്? 4/8. നേരത്തെ ചെയ്ത പോലെ തന്നെ 4/8 നമ്മൾ 1/2 എഴുതും. 5/9 ഇൻറ്റു 1/2 എന്ന് പറയുമ്പോൾ 5/18. ഇപ്പൊ നമ്മൾ രണ്ട് പ്രോബ്ലം കണ്ട്, 2 ബോൾസ് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി 5/8 ആണ്. ഫസ്റ്റ് റെഡും സെക്കൻഡ് വണ്ണ് ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 5/8 തന്നെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് ബോത്ത് ബോൾസ് ആർ ഇൻ ഡിഫറെന്റ് കളർ. 2 ബോൾസും ഡിഫറെന്റ് കളർ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. തേർഡിൽ എന്താ പറയുന്നത്? ബോത്ത് ബോൾസ് ആർ ഇൻ ഡിഫറെന്റ് കളർ. ബോത്ത് ബോൾസ് ആർ ഇൻ ഡിഫറെന്റ് കളർ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് ബോൾ എന്ന് പറയുന്നത് ബ്ലാക്ക് ആവാം, അല്ലെങ്കിൽ ഓർ റെഡ് ആവാം. ദെൻ ബി എന്ന് പറയുമ്പോൾ എന്തെടുക്കും നമ്മൾ? സെക്കൻഡ് ബോള് ഈസ് റെഡ് ഓർ ബ്ലാക്ക് അല്ലേ? അതിൽ നമ്മൾ എൽ തന്നെ ഫസ്റ്റ് കണ്ടീഷൻ എടുക്കുക. ഫസ്റ്റ് റെഡും സെക്കൻഡ് ബ്ലാക്കും, അതായത് നമ്മൾ എന്തെടുക്കണം? ഫസ്റ്റ് എന്ന് പറയുന്നത്
റെഡും സെക്കൻഡ് ബ്ലാക്കും ആവാം. അപ്പൊ എങ്ങനെയായിരിക്കും അതെന്ന് പറയുമ്പോ എന്തായിരിക്കും? പി ഓഫ് ആർ ഇന്റർസെക്ഷൻ ബി. അതായത് ഇത് രണ്ടും അറ്റ് എ ടൈം ഒരു ഇതിൽ നടക്കണം. അതായത് ഒന്നെങ്കിൽ എ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ റെഡ് ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ കാണണം. അപ്പൊ പി ഓഫ് ആർ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പി ഓഫ് ആർ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറിൽ എന്താ പറയണത്? പി ഓഫ് ആർ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ ആർ അല്ലേ? അപ്പൊ പി ഓഫ് ആർ എന്താണ്? ഫസ്റ്റ് റെഡ് കിട്ടാനുള്ളത് ടോട്ടൽ ടോട്ടൽ എത്രയുള്ളത് നമുക്ക്? 5 റെഡ് അല്ലേ? അപ്പൊ 5/9 പ്ലസ് എന്താ, സോറി, 5/9 ഇൻറ്റു നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5/9 ഇൻറ്റു പി ഓഫ് ബി ഗിവൺ ആർ എത്ര? ബാക്കി ടോട്ടൽ 8 എലമെന്റ്സ് ഉണ്ടാവും, 8 ബോൾസ് ഉണ്ടാവും. ബ്ലാക്ക് 4 ആണ്. അപ്പൊ 4/8 നമുക്ക് നേരത്തെ കിട്ടിയത് 5/18 അല്ലേ? 5/18 അല്ലേ നമുക്ക് കിട്ടുക അതില്? 5/18 അല്ലേ? അതേപോലെ തന്നെ പി ഓഫ് ഫസ്റ്റ് റെഡും സെക്കൻഡ് ബ്ലാക്കും ആണ്. ഇനി അതേപോലെ ഫസ്റ്റ് റെഡ് ബ്ലാക്കും സെക്കൻഡ് റെഡും ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് ബ്ലാക്ക് വരാനുള്ള കണ്ടീഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ബ്ലാക്ക് എത്രയാണുള്ളത്? 4 ആണുള്ളത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഒറ്റ ബോളും ടേക്ക് ചെയ്യാത്തൊരു കണ്ടീഷനിലാണ്. അപ്പോൾ 4 ടോട്ടൽ 9 ഉണ്ട്. അപ്പൊ 4 ബ്ലാക്ക് ബോൾ. ഇനി റെഡ് കിട്ടാനുള്ളത് 5 ബാക്കി എത്ര? 1 എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ടോട്ടൽ 8 ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സെയിം നമുക്ക് 4ഉം 8ഉം കട്ട് ചെയ്തിട്ട് പോയിട്ട് 2 വന്നിട്ടുണ്ടെങ്കിൽ 5/18. അപ്പൊ ഇത് പറയണത് ഏൽ തന്നെ സംഭവിക്കാവുന്ന രണ്ട് കണ്ടീഷനാണ്. ഏല് നമ്മൾ ഇവിടെ പറഞ്ഞ ഫസ്റ്റ് ബോള് ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ്. അതാണ് ഏത്? ബി ഇന്റർസെക്ഷൻ 6. അതേപോലെ ഫസ്റ്റ് ബോൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോൾ റെഡും സെക്കൻഡ് ബോൾ ബ്ലാക്കും ആണെന്നുണ്ടെങ്കിലാണ് എന്ത്? പി ഓഫ് ആർ ഇന്റർസെക്ഷൻ ബി. അപ്പൊ രണ്ടിന്റെ എയിലും ബിയിലും ഈ രണ്ട് കേസും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി ഓഫ് എ എന്ന് പറയുമ്പോ എന്ത് എഴുതാ? പി ഓഫ് എ ഈക്വൽ ടു സോറി, ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ചിട്ടല്ല നമ്മൾ ഇത് ചെയ്യണത്. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ, രണ്ട് കേസ് നമ്മൾ എടുക്കണ്ടേ? അപ്പൊ നമ്മൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് എഴുതും? പി ഓഫ് റെഡ് ഇന്റർസെക്ഷൻ ബൈ ആർ ഇന്റർസെക്ഷൻ ബൈ റെഡും ബ്ലാക്കും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്ലസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ ആർ. ഓക്കെ, അപ്പൊ നമ്മൾ പി ഓഫ് ആർ ഇന്റർസെക്ഷൻ ബി എത്ര? നമുക്ക് 5/18 എന്ന് കിട്ടി. പ്ലസ് പി ഓഫ് ബി ഇന്റർസെക്ഷൻ ആർ നമുക്ക് എന്താ കിട്ടിയത്? 5/18. അപ്പൊ രണ്ട് 5/18 ആണ് ഉള്ളത്. അപ്പൊ 2 ഇൻറ്റു 5/18. 18 നമുക്ക് എന്താ എഴുതാൻ പറ്റും? 9/2 9 ഇൻറ്റു 2 എന്ന് എഴുതും. ഈ 2 എന്താവും? 2/2 ആയിട്ട് എന്താ 1 വരും. സോ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 5/9 ഈക്വൽ ടു ആൻസർ എന്താ നമുക്ക് കിട്ടുക? ആൻസർ എന്താ നമുക്ക് കിട്ടുക? 1 ഇൻറ്റു
5/9 ഈക്വൽ ടു 5/9. ഓക്കെ, മനസ്സിലായില്ലേ? ക്വസ്റ്റ്യന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയി കിട്ടും. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും. ഈ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം തന്നെ നമുക്ക് പി ഓഫ് എ പറയുന്നത് 0.8 ആണ് തന്നിട്ടുണ്ട്. ഗിവൺ എ എന്ന് പറയുന്നത് 0.4 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണണം. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് എ യൂണിയൻ ബി. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ തന്നിട്ടുള്ളത്? പി ഓഫ് എ എന്ന് പറയുന്നത് 0.8 ആണ് തന്നിട്ടുണ്ട്. പി ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 0.5 ആണ് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഗിവൺ പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് 0.4 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. എന്താ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാനുള്ള ഇക്വേഷന്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. നമുക്ക് ബി ഗിവൺ എ തന്നിട്ടുണ്ട്, പി ഓഫ് എ എവിടെ തന്നിട്ടുണ്ട്, പി ഓഫ് ബി ഗിവൺ എ എവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് പുട്ട് ചെയ്യാം. പി ഓഫ് ബി എന്ന് പറയുന്നത്, പി ഓഫ് എ എന്ന് പറയുന്നത് 0.8 ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് എന്താണ്? 0.4. അപ്പൊ നമ്മളെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ജസ്റ്റ് പോയിന്റ് ഇടാതെ എന്ത് 8 ഇൻറ്റു 4 എത്രയാണ്? 32 അല്ലേ? 32. ഇവിടെ എത്ര പോയിന്റുകളാണ് ഉള്ളത്? ഇപ്പോ ഒരു പോയിന്റ്, 0.4 ഒരു പോയിന്റും 0.8 ഒരു പോയിന്റും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആ 2 പോയിന്റ് ഇവിടെ പുട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ 0.32 കിട്ടി. നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്താ കിട്ടി? ഫസ്റ്റ് എന്താണ്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്ത് കിട്ടി നമുക്ക്? 0.32. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിട്ട്? നെക്സ്റ്റ് എന്താ കാണുന്നത്? പി വൺ ബി ആണ് കാണാനുള്ളത്. നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ എന്താ പറയണത്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ, അല്ലെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ആണല്ലോ. അപ്പൊ എ ഗിവൺ ബി ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? എ ഗിവൺ ബി കാണാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എ ഗിവൺ ബിനെ ഈക്വൽ ടു സൈഡിന്റെ ഈ സൈഡില് പി ഓഫ് എ ഗിവൺ ബി മാത്രം വെച്ചിട്ട് പി ഓഫ് ബിനെ നമ്മൾ എന്താ ഈക്വൽ ടു സൈഡിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോകും. ഇവിടെ എന്താണ്? പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ളത്. സോ ഈക്വൽ ടു സൈഡിന് അപ്പുറത്ത് പോകുമ്പോൾ പി ഓഫ് ബി എന്ത് പറയും? ഡിവൈഡ് ചെയ്തിട്ടാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എ ഗിവൺ ബി അല്ലേ?
നമുക്ക് എന്താ കിട്ടിയ P of A given B equal to P of A intersection B divided by P of P. P of A intersection B നമുക്ക് നേരത്തെ പ്രോബ്ലം ചെയ്ത് കിട്ടി 0.32 അല്ലേ. P of B നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 0.5. അപ്പൊ നമ്മളെങ്ങനെയാ ചെയ്യാം? സെയിം നമ്മൾ സാധാ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഇവിടെ 32 പോയിന്റുകൾ മാറ്റിയിട്ടുള്ള സംഖ്യകൾ എടുക്കുക. അപ്പൊ 32 ഡിവൈഡഡ് ബൈ 5. 32 എത്ര 5 ഉണ്ട്? 6 അല്ലെ. 6 ഇൻറ്റു 2 5 എത്രയാ? 30 ഡിവൈഡ്. അപ്പൊ 32 30 പോയാൽ 2.0 എടുത്താല് 20 എത്രയാ ഉള്ളത്? 4 5 4 5 എത്ര? 20. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? ഇവിടെ നമുക്ക് 6.4 കിട്ടിയത്. ബാക്കി ഇവിടുത്തെ 2 പോയിന്റുകളും ഉണ്ട്, ഇവിടുത്തതും ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 പോയിന്റ്, മുകളിൽ 2 പോയിന്റും താഴെ 1 പോയിന്റും ഉള്ളത്. അപ്പൊ മുകളിലത്തെ 1 പോയിന്റ് താഴത്തെ 1 പോയിന്റ് ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഇപ്പൊ 32/5 എന്ന് കിട്ടിയത് എന്താണ്? 6.4 ആണ്. ഇതിൽ താഴത്തെ 1 പോയിന്റ് മേലത്തെ 2 പോയിന്റിൽ 1 പോയിന്റിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ടോട്ടലി 1 പോയിന്റ് ബാക്കി ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും? ആ പോയിന്റും കൂടി ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 0.64 എന്ന് പറയും. ഞാൻ ഈ പോയിന്റിന്റെ കാര്യം പറഞ്ഞത് എങ്ങനെയാ ചോദിച്ചാൽ ഒന്നുകൂടി ക്ലിയർ ചെയ്തുതരാം. നമുക്ക് എന്താ ഉള്ളത്? 0.32 ഡിവൈഡഡ് ബൈ 0.5 ആണ്. 0.32 നമ്മൾ എന്ത് ചെയ്തു? 32 ഇൻറ്റു 10⁻². 10⁻² എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡഡ് ബൈ 100 അല്ലെ. അപ്പൊ എത്ര പോയിന്റ് ഉള്ളത് അതാണ് ഇവിടെ മേലെ മൈനസ് വന്നിട്ടുണ്ടാവുക. ഇവിടെ ഇപ്പൊ പോയിന്റ് 2 പോയിന്റ് പുറത്താണ് ഉള്ളത്. 0.32 അല്ലേ. അപ്പൊ 2 സംഖ്യകൾ പോയിന്റിന്റെ പുറത്തുണ്ട്. അപ്പൊ 10⁻². ഇവിടെ നോക്കിയ 0.5 ഒരു സംഖ്യ മാത്രമേ പോയിന്റിന്റെ അപ്പുറത്തുള്ളൂ. അപ്പൊ നമ്മൾ 5 ഇൻറ്റു 10⁻⁻1 എന്ന് എഴുതും അല്ലെ. ഇനി ഇവിടെ 2 ഒരേപോലത്തെ ടേംസ്, 10ന്റെ പവേഴ്സ് 2 ഉണ്ട്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ 10⁻, ഇവിടെ മേലെ എന്താ? ഇവിടെ 32/5 മാറ്റിയെടുക്കുക. ഈ 10⁻² ഇവിടെ ഉണ്ട്. ഈ താഴെയുള്ള 10⁻1 മുകളിൽ പോകുമ്പോൾ എന്താവും? ഇൻറ്റു 10⁻1 ഉള്ളത് 1 ആവും. അപ്പൊ ഇതിനെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താ? 32/5 ഇൻറ്റു 10⁻² പ്ലസ് 1 എന്താ? -2 പ്ലസ് 1 എന്താ? ഇപ്പൊ 2 ഡിഫറെന്റ് സൈനുള്ള നമ്പറിനെ ഇതാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടുക. അപ്പൊ ഇവിടെ വലുത് ഏതാ? 2ന്ന് 1 മൈനസ് ചെയ്യുക. 2ന്ന് 1 മൈനസ് ചെയ്താല് -1 എന്താ? 1. എന്നിട്ട് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക, -1. അപ്പൊ നമുക്ക് 10⁻⁻1 എന്ന് കിട്ടും. 32/5 നമുക്ക് എത്ര കിട്ടിയത്? 6.4 ഇൻറ്റു 10⁻⁻1. അപ്പൊ ഈ 10⁻⁻1 ഇവിടെ 1 ഉണ്ടല്ലോ, ആ 1ന്റെ ഒരു പോയിന്റ് നമ്മൾ ഇപ്പുറത്ത് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും? അങ്ങനെയാണ് നമുക്ക് ആൻസർ എന്ത് കിട്ടുന്നത്? 6.4 ഇൻറ്റു നമുക്ക് എന്താ കിട്ടിയത്? 6.4 ഇൻറ്റു 10⁻⁻1. എന്താ? ഒരു പോയിന്റ് കൂടി അപ്പുറത്തേക്ക് ഇടണമെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്, ബാക്കി ഒരു പോയിന്റ് കൂടി ഇടുമ്പോൾ 6ന്റെ അപ്പുറത്ത് ഒരു പോയിന്റ് വരും. നമ്മൾ 0.6
6 4 കിട്ടും. എ യൂണിയൻ ബി, ബിന്റെ ക്വസ്റ്റ്യൻ നമ്പർ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ പി ഓഫ് എ തന്നിട്ടുണ്ട്. പി ഓഫ് എ എത്രയാണ്? 0.8 പ്ലസ് പി ഓഫ് ബി എത്രയാണ്? 0.5 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? നമ്മൾ ഫൈൻഡ് ചെയ്തത് 0.32. അപ്പോൾ 0.8ഉം 0.5 0.8 പ്ലസ് 0.5 ആകുമ്പോൾ സിംപ്ലി ഞാൻ പറഞ്ഞ പോലെ 0 ഒഴിവാക്കുക, ജസ്റ്റ് ആഡ് ചെയ്യുക. 8 5 എത്രയാണ്? 13. അപ്പോൾ ഇവിടെ രണ്ടിലും ഓരോ പോയിന്റ്സ് ചേർത്തിട്ട് 2 പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ 13 നമ്മൾ എന്ത് ചെയ്യും? 0.013 മൈനസ് 0.32. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ അതേപോലെ ചെയ്താൽ മതി. 13 മൈനസ് 0.8ഉം 0.3 ആക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1.3 അല്ലേ വരിക? മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും ആകുമ്പോഴാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോയിന്റ് എടുക്കുന്നത്. ഓക്കെ, 1.3 മൈനസ് 0.3 ആകുമ്പോൾ 1.3 മൈനസ് 0.32. അപ്പൊ പോലെ അപ്പൊ നമ്മളിവിടെ എന്താ ഒരു 1 ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ 10ന് 2 പോയാൽ 8. ദെൻ ഇവിടെ എന്താ ഉള്ളത്? ബാക്കി 2 ആ ഉള്ളത്. 2ന്ന് 3 പോയാൽ എത്രയാ? ഇവിടെ ഈ 1 2ന്ന് 3 പോകില്ലല്ലോ. അപ്പൊ ഈ 1 ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ 12ന് 3 പോയാൽ 0.9. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 0. ഓക്കെ, പ്രോബ്ലം മനസ്സിലായില്ലേ? ജസ്റ്റ് വാല്യൂസ് പുട്ട് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം എന്താ പറയുന്നത്? Evaluate P of A union B if 2 P of A equal to P of B equal to 5/13 and P of A given B equal to 2/5. നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്? 2 into P of A equal to P of B equal to 5/3 and P of A given B equal to 2/5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P of A യൂണിയൻ B കാണാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ കേസ് നോക്കി. P of B എന്ന് പറയുന്നത് എന്താണ്? 5/13 ആണ്. 2 into P of A എന്ന് പറയുന്നത് എന്താണ്? 5/13 ആണ്. അങ്ങനെയാണെങ്കിൽ P of A എന്തായിരിക്കും?
ഇവിടെ മൾട്ടിപ്പിൾ ചെയ്ത് 2 നമ്മൾ എന്തെയ്ക്കും ഈക്വൽ ടു സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ആവും. അപ്പോൾ 5/2 into 13 ഈക്വൽ ടു 5/26 എന്ന് പറയുന്നത് P of A ആണ്. ഓക്കെ, ഇനി നമുക്ക് P of A യൂണിയൻ B. P of A യൂണിയൻ B കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? P of A ഇന്റർസെക്ഷൻ B കാണണമല്ലോ. അപ്പൊ P of A ഇന്റർസെക്ഷൻ B കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ എന്താ പറയുന്നത്? P of A intersection B equal to P of A into P of A given P of B given A. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താ പറയുന്നത്? P of A intersection B എന്ന് പറയുന്നത് P of A into P of P of B given A അല്ലെങ്കിൽ P of B into P of A given B. ഇപ്പൊ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി A given B തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. P of B യും P of A given B യും തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ P of A intersection B എന്ന് പറയുന്നത് എന്താണ്? P of B എന്താ തന്നിട്ടുള്ളത്? 5/13 ആണ് തന്നിട്ടുണ്ട്. ഇൻറ്റു P of A given B 2/5 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 എന്താവും? 5/5 1 ആവും. ബാക്കി നമുക്ക് എന്താ? P of A intersection B 2/13 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P of A യൂണിയൻ B എന്താണ് നമുക്ക്? P of A plus P of B minus P of A intersection B. ഓക്കെ, എല്ലാം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. P of A എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തി എന്താണ്? 5/26 ആണ്. P of B 5/13 ആണ് തന്നിട്ടുണ്ട്. P of A intersection by A എന്ന് പറയുന്നത് 2/13 ആണ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി ഇക്വേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. P of A യൂണിയൻ B എന്ന് പറയുമ്പോൾ P of A plus P of B minus P of A intersection B. P of A യൂണിയൻ B equal to P of A എന്താണ്? 5/12 plus P of B എന്താ? 5/13. സോറി, 5/12 അല്ല, 5/26. 5/26. B എന്ന് പറയുന്നത് 5/13 മൈനസ് P of A intersection B എന്ന് പറയുമ്പോൾ 2/13. അപ്പോൾ നമ്മൾ 5/26 നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? 5/2 into 13 plus 5/13 minus 2/13. അപ്പൊ നോക്കി എല്ലാ ടേംസിലും നമുക്ക് എന്തുണ്ട്? 1/13 5/2 into 13 plus ഇവിടെ നോക്കിയേ ഡിനോമിനേറ്റർ സെയിം ആണ് ഇവിടെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. നമുക്ക് 5 - 2 എന്താ? 3. 3/2/13 കാരണം രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് കേട്ടോ. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി എന്താ ഉള്ളത്? 5/26 നമ്മൾ 5/2
2 into 13 എഴുതി. ഇപ്പൊ ഈ രണ്ട് ടേമിൽ ഒന്നും ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1/13 into 5/2 plus 3 എന്ന് എഴുതാം. ഹലോ മിസ്സേ, ഹലോ 10 മണിക്ക് ക്ലാസ് കഴിയാറായോ? കഴിയാറായി. ലാസ്റ്റ് പ്രോബ്ലം ആണ്. ശരി. അപ്പൊ നമ്മൾ എന്താ 1/13 പുറത്തേക്ക് എടുത്തു. നമ്മൾ എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 5 into 1 plus 2 into 3 divided by 2. So 1/13 into 5 into 1 5, 2 into 3 6 divided by 2. അപ്പൊ എന്താ 1/13 into 5 plus 6 11 11/2 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്ക് എന്താ കിട്ടി? 11/2 into 13 എന്താ 26. ഹലോ കഴിഞ്ഞു കേട്ടോ, ക്ലാസ് കഴിഞ്ഞ. ശരി. എന്റെ ഇതേ